വാർത്തകൾ തുടരുന്നു. തൃശൂർ മണ്ണൂത്തിയിൽ വ്യാപാരിയെ ആക്രമിച്ച് 75 ലക്ഷം രൂപ കവർന്ന കേസിൽ കൂടുതൽ പേർ പിടിയിൽ. മുഖ്യപ്രതികളും എറണാകുളം സ്വദേശികളുമായ അബ്ദുൾ ഹക്കീം, വടുതല സ്വദേശി കണ്ടെയ്നർ സാബു എന്നിവരും കോട്ടയം കാനം സ്വദേശിയായ രാഹുലുമാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതികളായ അബ്ദുൾ ഹക്കീമിനെ ഡൽഹിയിൽ നിന്നും കണ്ടെയ്നർ സാബുവിനെ എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നുമാണ് പിടികൂടിയത്. രാഹുലിനെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം കളമശ്ശേരി സ്വദേശി നിയാസ്, അങ്കമാലി സ്വദേശി ശ്യാം എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കണ്ടെയ്നർ സാബുവിന്റെയും ഹക്കീമിന്റെയും നേതൃത്വത്തിലാണ് കവർച്ചയ്ക്കായുള്ള ആസൂത്രണം നടന്നത്. അതേസമയം ഇവരെ കൂടാതെ കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. റോബറി കേസിൽ നമ്മൾ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കുറച്ച് കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ബാക്കിയാണ്. അവർ ടീം ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു അറസ്റ്റ് ഇറ്റ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ റിക്കവറിയുള്ള ഭാഗവും നമ്മൾ നോക്കുന്നുണ്ട്. കുറച്ച് റിക്കവറി, ഒരു 10% ആയിട്ട് റിക്കവറി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത റിക്കവറിയും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രതികളെ പിടിക്കാൻ ബാക്കിയാണ്. ദാറ്റ് വി വിൽ ബി കാച്ചിങ് ദ ഫർദർ ക്രിമിനൽസ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് റോബറി. ഒക്ടോബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബംഗളൂരുവിൽ ട്രാവൽസ് നടത്തുന്ന മലപ്പുറം സ്വദേശി മുബാറക് വാഹനം വിറ്റുകിട്ടിയ 75 ലക്ഷം രൂപയുമായി മണ്ണുത്തിയിൽ വന്നിറങ്ങിയപ്പോഴാണ് പ്രതികൾ പണം അപഹരിച്ചത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ വാഹനത്തിലാണ് പ്രതികളെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും മണ്ണുത്തി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം മോഷ്ടിക്കപ്പെട്ട 75 ലക്ഷം രൂപ വാഹനം വിറ്റുകിട്ടിയത് തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻ എടുത്തിട്ട് ഇപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടില്ല. ബട്ട് there is very high possibility that somebody from the inner circle who have leaked this information. ഒല്ലൂർ ACP SP സുധീരൻ, തൃശൂർ ACP KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷണർ അഭിനന്ദിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.